ഒരു അര കപ്പ് റവയും ഒരു 2 പഴം ഉണ്ടെങ്കിൽ പാത്രം നിറയെ നമുക്ക് പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത്ര രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ്. പൊരിച്ചെടുക്കാൻ എണ്ണയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം വീട്ടിലുള്ളവർ, അത്യാവശ്യം നല്ല പഴമൊക്കെ വീട്ടിലുള്ളവർ എന്തായാലും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴമാണ് വേണ്ടത്. അതായത് വലിയ പഴം കേട്ടോ, ഇതുപോലത്തെ പഴം. അപ്പോൾ അത് പഴുത്തത് ഒത്തിരി നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം പഴുത്ത പഴം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം അളവിൽ വേണോ ഈ ഒരു കടി അത്ര അളവിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 പഴം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പഴം കൊണ്ട് മാത്രമാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പഴം തോലൊക്കെ കളഞ്ഞ് ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പഴം ആവശ്യത്തിനുള്ള പഴം എടുക്കുക, തോല് കളഞ്ഞ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് റവയാണ്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഒരു അര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എമൗണ്ട് കടി വേണോ അതിനനുസരിച്ചുള്ള റവ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വറുത്ത റവ വറുക്കാത്ത റവ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് റവ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ വറുത്തത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു 1/4 കപ്പോളം തേങ്ങയാണ്, ചിരകിയ തേങ്ങ കേട്ടോ. അപ്പോൾ റവ വേണം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചട്ടി, അടി കട്ടിയുള്ളൊരു ചട്ടി നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെയ്യിൽ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണവും വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നെയ്യ് എടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതേ വാഴയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള 1 ടീസ്പൂൺ അളവിലുള്ള നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് ഈ ഒരു നെയ്യ് ഈ നേന്ത്രപ്പഴത്തിൻ്റെ എല്ലാ വശത്തും വരുന്ന വിധത്തിൽ ഈ ഒരു നേന്ത്രപ്പഴം ഈ നെയ്യിൽ കിടന്നിട്ട് പതിയെ ഇങ്ങനെ നന്നായിട്ട് അത് വെന്ത് ഇങ്ങനെ ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പം അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് തീ കുറച്ച് വയ്ക്കുക. അതിനാണ് അടികട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നായി കിട്ടും. പിന്നെ ചെറിയൊരു തീയിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിലാവും കേട്ടോ. അധികം ഒത്തിരി സമയമൊന്നും വേണ്ട. നമ്മൾ ചെറുതാക്കി പഴം അരിഞ്ഞത് കൊണ്ട് തന്നെ വേഗമാവും. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു നെയ്യ് പഴത്തിലെല്ലായിടത്തും ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, പഴം അത്യാവശ്യം ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്നാവുകയെ. ഇത് കണ്ടോ, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നമുക്ക് രാവിലെ കഴിക്കാനായിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേ പലഹാരം തന്നെ നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം കേട്ടോ. അട പോലെ പരത്തിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേ അത്യാവശ്യം പഴം ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 1/4 കപ്പ് റവയും കൂടി അല്ലെങ്കിൽ അര കപ്പ് റവയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ റവ ഇതിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. ഇത് നമ്മൾ ഒന്നുകൂടി വേവിച്ചെടുക്കുന്നത് കൊണ്ട് പിന്നെന്താ പറയുക, ഒരുപാട് നേരിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ പഴമൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത റവയെ ആ പഴത്തിൻ്റെ കൂടെ ആയി ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇനി നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്കേൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതേ തേങ്ങയും കൂടി ഈ ഒരു പഴത്തിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് എല്ലാ വശത്തും വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് എല്ലായിടത്തും നമ്മളുടെ തേങ്ങ ഒന്ന് മിക്സായിട്ട് ഈ ഒരു എന്താ പറയുക റവയിലും അതുപോലെ പഴത്തിലൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്നായി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. കാരണം നമ്മളത് തയ്യാറാക്കിയെടുക്കുന്നത് നെയ്യിലായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക രുചി, പ്രത്യേകമായിട്ടുള്ളൊരു മണമാണ് കേട്ടോ. നല്ലൊരു മണമാണ്. അപ്പോൾ അതേ ഒന്നുകൂടി തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഒത്തിരി അങ്ങോട്ട് എന്താ പറയുക ഡാർക്ക് ഷെയ്ഡ് വരാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇത് കണ്ടില്ലേ, അത്യാവശ്യം ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് 1 ഗ്ലാസ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ പഴം മധുരം കുറഞ്ഞതാണെങ്കിൽ ഒരല്പം, ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാണ്. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ പഞ്ചസാര വേണ്ട കേട്ടോ. അപ്പോൾ അതേ ഞാൻ അതിലേക്ക് 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തു കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും 1/4 ഗ്ലാസ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഈ ഒരു പാലിൽ കിടന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത റവയും പഴവും അതുപോലെ തന്നെ ഒരു തരി പോലും വെള്ളം നനവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് നന്നായിട്ട് കുക്കായിട്ട് ഈ തേങ്ങയൊന്നും കാണത്തൊന്നും ഉണ്ടാവില്ല. കാരണം ഈ പഴം നന്നായിട്ട് വെന്ത് നല്ല എന്താ പറയുക നന്നായിട്ട് അങ്ങ് വെന്ത് ഉടഞ്ഞ് ചേരും ഇതിൽ കേട്ടോ. അപ്പോൾ അതുവരെ ചെറിയ തീയിലിട്ടിട്ട് ഈ ഒരു പാൽ ഇതിൽ കിടത്തി വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ,
ഒരു 2, 3, 4 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള അവസ്ഥയാണ്. നന്നായിട്ട് ആ ഒരു പാല് ഈ ഒരു പഴത്തിലും റവയിലൊക്കെ കിടന്ന് നന്നായിട്ട് വറ്റി റവയൊക്കെ വെന്ത് പഴവും നല്ല മിക്സായി വന്നിട്ടുണ്ട്. തേങ്ങ അത് അവിടെ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം നന്നായിട്ട് ഈ ഒരു കൂട്ടിനോട് ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കിംഗ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതേ നല്ലൊരു ഡോ നമുക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇല എടുത്തിട്ട് നമ്മൾ വയനാട്ടിൽ അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഒരു ചുമയും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക്, അതൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ അതേ അത്യാവശ്യം നമ്മൾ ആ ഡോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഇത് നമുക്ക് അടയുണ്ടാക്കി എടുക്കുന്ന പോലെ നല്ല ഇലച്ചീന്തിലേക്ക് പരത്തിയെടുത്തിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം ചെയ്താലും നല്ല രുചിയാണ്. അപ്പോൾ അതേ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്, എന്താണെന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതേ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരല്പം ഒന്ന് എന്താ പറയുക, നമ്മൾ കൈ കൊണ്ട് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് തണുക്കുന്ന വരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനത് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്ര തന്നെ കുക്കിംഗ് ടൈം മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചട്ടിയിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ നമുക്ക് തണുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ തന്നെ ഇരിക്കുക, നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചൂട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ് ഇനി വേണ്ടത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഈ ഡോ ഒന്ന് കുഴച്ചെടുക്കുക, കൈ ഉപയോഗിച്ചിട്ട് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ നന്നായിട്ട് കുഴച്ച് ഓരോരോ ഇത് കണ്ട. അപ്പോൾ അത് അത്യാവശ്യം നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് കണ്ട, കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ, എനിക്കിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൈ കൊണ്ട് ഉരുട്ടുന്ന കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. നമ്മൾ എന്താ പറയുക, കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുപോലെ നന്നായിട്ട് ബോൾസുകളാക്കിയിട്ട് ഉരുട്ടിയെടുത്തു. ഞാനിപ്പോൾ ഇത് എല്ലാം ഒരു 10-30ഓളം ബോൾസ്, ഈ ഒരു ബോൾസ് നമുക്കിങ്ങനെ കഴിക്കാനും ഭയങ്കര രുചിയാണ് കേട്ടോ. നല്ല മണവും നല്ല രുചിയാണ്, ഒരു പ്രത്യേക തരം പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഒരു തരി കുറച്ച് റവയും ഒരു 2 പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ 2 പഴവും പിന്നെ എന്താ പറയുക ഒരു 1/2 കപ്പ് റവയും 3/4 കപ്പ് പാലും അത്രയൊക്കെയാണ്, 1 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊരു 30ഓളം ബോൾസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന സാധനങ്ങളിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി കേട്ടോ. ഇനി ഈ ഒരു ബോൾസ് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പിൽ വെക്കുകയാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കൊരു പാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദോശക്കല്ലെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതേ പാനൊന്ന് വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഇല്ലയെന്ന് വെച്ചാൽ 1/4 ടീസ്പൂൺ ആയാലും മതി കേട്ടോ. 1/4 ടീസ്പൂൺ അളവിലായാലും കുഴപ്പമില്ല. നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ആദ്യം പഴം വഴറ്റാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഈ ഒരു പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു നെയ്യ് നന്നായിട്ട് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ അതേ നമ്മളെല്ലാ ഉരുളകളും നല്ല സോഫ്റ്റ് നല്ല മണമുള്ള ആ ഉരുളകളെല്ലാം പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ പാനിൽ തേച്ചിട്ടുള്ള നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഉരുട്ടിയെടുത്ത എല്ലാ ഉരുളകളും ഇതുപോലെ ഒന്ന് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ്, ഒരുപാട് രുചിയുള്ളൊരു പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഉണ്ടാക്കിയാൽ തന്നെ ഇഷ്ടം പോലെ നിറയെ പലഹാരം ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് 4 മണിക്ക് വരുമ്പോഴും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി അവർക്കത് കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ ഞാനത് ബോൾസുകളെല്ലാം തന്നെ ചൂടായിട്ടുള്ള നമ്മളുടെ പാനിലേക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ബോൾസും വെച്ച് കൊടുത്തതിന് ശേഷം പാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി, അത്ര മാത്രമേ വേണ്ടുള്ളൂ. എല്ലാ വശവും എന്താ പറയുക ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആവുകയേ വേണ്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര ഈ ഒരു ഭംഗിയുണ്ടല്ലോ, കാണാനായിട്ട് ഭയങ്കര രസമാണ് ഇത് കാണാൻ. കാരണം ആ പഴത്തിൻ്റെ കളറാണ് കേട്ടോ. നേന്ത്രപ്പഴത്തിൻ്റെ അത്യാവശ്യം പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കളറാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നൊന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഒരു 2-3 മിനിറ്റ്, ഒരു 4 മിനിറ്റിൻ്റെ ഉള്ളിൽ അത്രേ വേണ്ടുള്ളൂ കേട്ടോ. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് ഓരോ വശത്തും ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരും കേട്ടോ. അതാണ് ഇതിൻ്റെ പാകം. ആ ഒരു ഷെയ്ഡ് അതങ്ങ് കൂടി പോകണ്ട, തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന റവയും പഴവും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം വെന്തതാണ്. അതുകൊണ്ട് തന്നെ ഓവർ കുക്കിംഗ് ടൈം നമുക്ക് ആവശ്യമില്ല.
അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാനായിട്ട് മറന്നു പോകില്ല കേട്ടോ. ഒത്തിരി കൂട്ടുകാർ ഒരുപാട് സ്നേഹത്തോടെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ കമൻറ്റ് രൂപത്തിൽ നിങ്ങളിതുപോലത്തെ പലഹാരം ഉണ്ടാക്കുന്നുണ്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കും അറിയാമല്ലോ. അപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ കമൻറ്റ് രൂപത്തിൽ നമ്മൾ അറിയിക്കുക. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും കമൻറ്റ് ബോക്സിലേക്ക് സ്വാഗതം കേട്ടോ. പിന്നെ എന്താ പറയുക, ഇത് കണ്ടില്ലേ, ഇപ്പം അത്യാവശ്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ വശങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഒരുപാട് കൂടുതലായിട്ട് വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒരു എന്താ പറയുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് ഈ ഒരു പാൻ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ അത്യാവശ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇവൻ്റെ ഭാവമൊക്കെ മാറി. ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയൊന്നും ചെയ്യണ്ട. നമ്മളൊരു എന്താ പറയുക ഉന്നക്കായൊക്കെ കഴിക്കില്ലേ, അങ്ങനത്തെ ടേസ്റ്റല്ല, അതിലും കുറച്ചും കൂടി ഒരു ഇനം ടേസ്റ്റാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടി ആ ഒരു മിക്സിങ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഇതുപോലത്തെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പികളുടെ വീഡിയോസ് നമ്മളുടെ ചാനലിൽ ചെറുതായ ഷോർട്സായിട്ടും പിന്നെ വീഡിയോസായിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ. ഇത് കണ്ടോ നമ്മളെ ബോൾസൊക്കെ അതേ റെഡിയായി വന്നു. ഇതാണ് കേട്ടോ ഫൈനലായിട്ടുള്ള ഇതിൻ്റെ ലുക്ക്. ഇത് കണ്ടില്ലേ, ഉള്ളൊക്കെ പൊളിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്, എന്നാൽ കഴിക്കാനായിട്ട് ഭയങ്കര രുചിയാണ് കേട്ടോ. അതുകൊണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു നെയ്യിൽ കൂടി കിടന്ന് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പുറകു വശം അതിൻ്റെ പുറമേയുള്ള ഭാഗം ചെറുതായിട്ട് ചെറിയ രീതിയിലൊരു എന്താ പറയുക ഒന്ന് ചെറുതായിട്ടൊന്ന് കനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സോഫ്റ്റാണ്, കഴിക്കാൻ അടിപൊളിയാണ്, ഒരു പ്രത്യേക മണവും ഒരു നല്ല രുചിയാണ്. അപ്പോൾ ഇനി വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവരെ ഞെട്ടിക്കാനായിട്ട് എല്ലാവരും തയ്യാറാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം, എല്ലാവരും തരുന്ന സപ്പോർട്ടിന് നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ അത് ഞാനും ഒന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. നല്ലൊരു ദിവസമാവട്ടെ എല്ലാവർക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.